ഇതാണ് റോമിലെ ഏറ്റവും പഴയ വഴി, ആപ്പിയ അന്തിക്ക. ഇതൊരു ജംഗ്ഷനാണ്. ഇത് റോമിൽ നിന്ന് കലിറ്റസിൻ്റെ കാറ്റഗംസിലേക്കുള്ള എൻട്രൻസാണ് ഈ കാണുന്നത്. ഒരു വാഹനം വരുന്നു, ഇവിടുന്ന് ഒരു വഴിയുണ്ട്. ഈ ജംഗ്ഷനിലാണ് ഡോമിനോ കോവാദീസ് എന്ന ദേവാലയം നിലനിൽക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പത്രോസ് മതപീഡന സമയത്ത് പേടിച്ച് റോം വിട്ട് ഓടിപ്പോകുന്ന സമയത്ത് കർത്താവ് ഈശോമിശിഹ എതിരെ വരികയും പത്രോസ് ഈശോയോട് ചോദിക്കുകയാണ്, കോവാദീസ് ലോർഡ് വേർ ഡു യു ഗോ, നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയത്ത് പത്രോസ് ഇവിടെ നിൽക്കുന്നു. ദേവാലയത്തിൻ്റെ ഒരു വശത്ത്, മറ്റേ വശത്ത് ഈശോ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ തമ്മിൽ കണ്ടുമുട്ടിയ സ്ഥലവും അതിൻ്റെ കാൽപാദവുമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതാണ് ഇവിടെ ഒരു കല്ലായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. കാൽപാദത്തിൻ്റെ ഒരു ഇംപ്രഷൻ ചെറുതായിട്ട് ഇവിടെ കാണാം. ചെറിയ നിഴലടിക്കുമ്പോൾ അത് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈശോ പറയാണ്, ഞാൻ മതപീഡനം നടക്കുന്നതിന് ഞാൻ ക്രൂശിക്കപ്പെടാൻ വേണ്ടി നിനക്ക് വേണ്ടി ക്രൂശിപ്പിടിക്കാൻ വീണ്ടും പോവുകയാണെന്ന്. പത്രോസ് മാനസാന്തരപ്പെട്ട് തിരിച്ച് റോമിലേക്ക് പോവുകയും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. ഇതാരാണ്? ഇതാണ് ക്രിസ്റ്റോ, രക്ഷകനായ ക്രിസ്തു അല്ലേ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുശേഷിപ്പാണ് ഈ കാണുന്നത്. പിന്നെ മറ്റാരുടെ തിരുശേഷിപ്പുകളുണ്ടല്ലോ, കുറേ പേരുടെ ഉണ്ട്. ജോൺ പോൾ സെക്കൻഡ്. ഇതൊരു ചെറിയ ദേവാലയമാണ്, ഫൗസ്റ്റീനയുടെ. മാർട്ടിൻ കപ്പേളയുടെ അത്ര ഇല്ല. ഓക്കെ. പരിശുദ്ധ മാതാവിനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന അൾത്താരയാണിത്. നമ്മുടെ ലൂക്കാസ് സുവിശേഷം വരച്ച പിക്ചർ പോലെ ഉള്ള ചെറിയൊരു കാഞ്ഞൂർ പള്ളിയിലേക്കുള്ള പിക്ചർ പോലത്തെ ഒരു പിക്ചറാണ് ഉള്ളത്. കോവാദീസ് ദേവാലയം. കാറ്റഗോബനേറ്റിലേക്ക് പോണ വഴിയത് അല്ലേ, കാറ്റഗൂംസ്. ശരി. ഇതൊരു കുന്നാണ്. ഇതുപോലത്തെ 7 കുന്നുകളാണ് റോം. അതിൽ ഒരു കുന്നാണ് വത്തിക്കാൻ കുന്ന്. അപ്പോൾ ഇത് മരിച്ചവരെ അടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ നടക്കുന്ന റോഡിൻ്റെ എല്ലാ അടിയിൽ കാറ്റഗൂംസ്, മരിച്ചവരെ അടക്കിയിരിക്കുന്ന കല്ലറകൾ ഉണ്ട്. ഇത് 1 കിലോമീറ്ററോളം നടന്നു കഴിയുമ്പോഴാണ് ഈ എൻട്രൻസ്, ഇതിൻ്റെ പള്ളി, തൂമ്പുകളുടെ മുകളിൽ പണിതിരിക്കുന്ന പള്ളിയിൽ നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ സെൻറ്റ് കലിസ്റ്റസ് മാർപ്പാപ്പയുടെ ശവകുടീരം ഇവിടെയുണ്ട്. റോമിൻ്റെ ബിഷപ്പായിരുന്നു, വെറും ഒരു ബിഷപ്പായിരുന്നു. അല്ല, പുള്ളി മാർപ്പാപ്പയല്ലായിരുന്നു അല്ലേ? ശരിയല്ല. ഇവിടെ ആകാശം വളരെ തെളിഞ്ഞിരിക്കുന്നു. വളരെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ചുകൂടി പ്രകൃതി മനോഹരമാണ്. നിറയെ മരങ്ങളുണ്ട്.
മഷ്റൂം പോലത്തെ ടോപ്പുള്ള ഈ മരങ്ങൾ, ഇത് പൈനല്ലല്ലോ, ഇത് വേറെ ഏതാണ്ട് മരമല്ലേ? ഇത് നമ്മൾ ആ ഉർബാന കോളേജിൻ്റെ അവിടെ നമ്മൾ കണ്ട ആ മരങ്ങൾ തന്നെയാണ്. ഈ അശോക ട്രീസ് പോലെ മരങ്ങൾ എന്നിട്ടത് സ്തൂപങ്ങൾ പോലെ കാണുന്നത്. നമ്മുടെ ഇവിടെ അശോക മരങ്ങൾ കാണാറില്ലേ? ആ, ഒലിവ് മരങ്ങളുടെ ഇടയിലൂടെ ഒരു യാത്രയാണ് കാറ്റക്കുമെൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒലിവ് മരങ്ങൾ തിങ്ങി വളർന്നിരിക്കുന്നു. ഓശാന നാളിൽ ഈ ഒലിവ് ചില്ലകൾ പറിച്ചെടുത്ത് ഇവിടെ റോമിലെ ആളുകൾ വീശി ഓശാന ആഘോഷിക്കാറുണ്ട്. ഒലിവ് മരങ്ങൾ ഇങ്ങനെ അത് ക്രോപ്പ് ചെയ്ത് ആയിരിക്കാം ഈ സൈസ് ആകുള്ളൂ ഒലിവ് മരങ്ങൾ ആകുള്ളൂ അല്ലേ? വളരെ മനോഹരമാണ്. നല്ല പ്രായം ഉണ്ടാവും, എന്നേക്കാൾ പ്രായമുള്ള മരങ്ങളായിരിക്കാം. അതുകൊണ്ട് ഒരുപാട് ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ തലമുട്ട് എടുക്കുന്നത്. ഒലിവ് പൂത്തിരിക്കുകയാണ്, ഇതിൽ കായ ഉണ്ടായിട്ടില്ല, ഇപ്പോൾ പൂത്തിരിക്കുന്ന സമയമാണ് ഇത്. ഓശാനയ്ക്ക് കേരളത്തിലെ മലയാളികൾ കുരുത്തോല ഉപയോഗിച്ചാണ് ഓശാന പാടി ഓശാന നാളിൽ നമ്മൾ കൊണ്ടുപോകണേ. അതേപോലെ ഇത് ഒലിവ് ആണ് കൊണ്ടുപോകുന്നത്, പള്ളികളിൽ കൊണ്ടുപോയി ഉപയോഗിക്കുന്നത്.